ഓം ദേവഗുരുവേ, ധർമ്മത്തിന്റെ ദീപമേ, വിദ്യയുടെയും വിവേകത്തിന്റെയും അമൃതധാരയെ. ആകാശമണ്ഡലത്തിലെ ഗ്രഹരാജാവായിട്ടുള്ള ബൃഹസ്പതി 2/6/2026 സിംഹാസനം മാറുകയാണ്. മിഥുനത്തിന്റെ വേഗത വിട്ട് കർക്കിടകത്തിന്റെ കുളിർമയിലേക്ക്, കരുണയും ജ്ഞാനവും കൈകോർത്ത് നടക്കുന്ന പാതയിലേക്ക്. ഓം ബൃഹസ്പതയേ നമ. ഓം ദേവഗുരുവേ നമ. കാലത്തിന്റെ വേഗതയിൽ ഗ്രഹഗതി മാറുമ്പോൾ കനലുകൾ പോലും പൂക്കളായി മാറിയേക്കാം. അതിചാരം എന്നൊരു വിസ്മയ യാത്രയിൽ അറിവിൻ പൊരുൾ തേടി നമുക്ക് യാത്ര പോകാം. നമസ്കാരം. ഋഷിപ്രോക്തത്തിലെ ഇന്നത്തെ അറിവിന്റെ നിറകുടത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാലചക്രത്തിൽ എല്ലാ ഗ്രഹങ്ങളും സഞ്ചരിക്കുന്നു. എന്നാൽ ഗുരു നീങ്ങുമ്പോൾ ജീവിത രേഖകൾ തന്നെ പുനർലിഖിതമാകുന്നു. 2026 ജൂൺ 2 ബൃഹസ്പതി മിഥുനത്തിന്റെ അസ്ഥിരവായുവിൽ നിന്ന് കർക്കിടകത്തിന്റെ സ്നേഹജലത്തിലേക്ക് അതിചാരത്തോടെ കടക്കുന്നു. ഇത് വെറും ഒരു രാശിമാറ്റമല്ല, അവസരങ്ങൾ വേഗത്തിൽ തുറക്കുന്ന ഒരു കാലഘട്ടമാണ്. ചിലർക്കിത് പുതിയ തുടക്കമാകും, ചിലർക്കിത് പരീക്ഷയാകും. എന്നാൽ ധർമ്മത്തിന്റെ വഴിയിൽ നിൽക്കുന്നവരെ ഗുരു കൈവെടിയുകയില്ല. 2026 വ്യാഴം രാശി മാറുന്നത് ജൂൺ 2 വെളുപ്പിന് 1:50 മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറും. അവിടെ 2026 ഒക്ടോബർ 31 വരെ തുടരുന്നതാണ്. അതായത് 31/10/2026 വ്യാഴം ചിങ്ങം രാശിയിലേക്ക് കടക്കും. അവിടെ നിന്ന് തിരികെ വ്യാഴം 25/1/2027 കർക്കിടകൻ രാശിയിലേക്ക് എത്തും. വ്യാഴം അവിടെ 26/6/2027 വരെ തുടരും. മിഥുനം, കർക്കിടകം, ചിങ്ങം രാശികളിലായിട്ട് 3 രാശികളിലായിട്ട് വ്യാഴം ആടിക്കളിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിനാണ് അതിചാരം എന്ന് പറയുന്നത്. കർക്കിടകത്തിൽ വ്യാഴം ഉച്ചസ്ഥിതിയിൽ എത്തുമ്പോൾ അത് ധാരാളം നല്ല ഫലങ്ങൾ നൽകുന്നതാണ്. വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം വിവിധ രാശിക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും കുടുംബപരമായിട്ടും നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും നൽകുന്നതാണ്. നമുക്കിനി വ്യാഴത്തിന്റെ ഈ രാശിമാറ്റത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. കർക്കിടകമാകുന്ന ഉച്ചരാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്നു. ഇതൊരു ഉച്ചസ്ഥിതിയാണ്. അതായത് വ്യാഴം തന്റെ ഏറ്റവും ശക്തമായ സ്ഥാനത്ത് നിലയുറപ്പിക്കുന്നു. വ്യാഴത്തിന്റെ ചലനം സാധാരണയായി ഒരു രാശിയിൽ ഏകദേശം 1 വർഷക്കാലമാണ്. എന്നാൽ 2026 മുതൽ 2028 വരെ വ്യാഴം 3 രാശികളിലായിട്ട് മാറിക്കൊണ്ടിരിക്കും. അതിനെ ജീവ അതിചാര കാലം എന്ന് പറയും. വ്യാഴത്തിന്റെ നീചരാശിയായിട്ടുള്ള മകരൻ രാശിയോട് അടുത്ത സമയത്ത് ഉണ്ടായ അതിചാരത്തിന്റെ ബുദ്ധിമുട്ടുകൾ നാം കൊറോണ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. വ്യാഴം ഉച്ചബലത്തിൽ എത്തുമ്പോൾ അതേ അതിചാരം തന്നെ ആവർത്തിക്കപ്പെടുകയാണ്. എന്നാൽ ഇവിടെ ഉച്ചരാശിയിൽ നീചരാശിയിൽ ഉണ്ടായ അതിചാരത്തിന്റെ വിപരീത ഫലം ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് ഏവർക്കും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. ഇതൊരു പുരോഗതിയുടെ കാലഘട്ടമാണ്. വ്യാഴം നമ്മുടെ സ്വന്തം രാശിയുടെ 2, 5, 7, 9, 11 എന്നീ രാശികളിൽ നിൽക്കുമ്പോൾ സർവ്വവിധ ഐശ്വര്യങ്ങളെയും നൽകുന്നതാണ്. അതായത് ശുഭദായകമാണ് എന്നർത്ഥം. എന്നാൽ 4, 10 എന്നീ ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് നൽകുക. എന്നാൽ സ്വന്തം രാശിയുടെ 3, 6, 8, 12 എന്നീ രാശികളിൽ നിൽക്കുമ്പോൾ അവർക്ക് ഒരു ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ശനി ഇപ്പോൾ അനുകൂലമല്ലാതെ നിൽക്കുന്നവർക്ക് പോലും വ്യാഴത്തിന്റെ ആനുകൂല്യം ലഭിക്കുമ്പോൾ അതിന്റെയൊക്കെ ദോഷം കുറയുന്നതാണ്. വ്യാഴത്തിന്റെ ഇത്തരത്തിലുള്ള രാശിമാറ്റവും ഓരോ രാശിക്കൂറുകാർക്കും അത് എന്തെല്ലാം നേട്ടങ്ങളെ നൽകും എന്നുള്ളതും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ തന്നെ പ്രത്യേകം 12 വീഡിയോകളിലായി അത്തരം വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അറിവിൻ നിലാവായി പെയ്യും ഈ ബൃഹസ്പതി ഇരുളകറ്റും ദീപമായി മാറുമ്പോൾ കർക്കിടക കടലിലെ തിരമാല പോൽ നന്മകൾ തൻ അലകൾ നമ്മിൽ ഉയരട്ടെ. നമുക്കിപ്പോൾ വ്യാഴത്തിന്റെ അതിചാരവും രാശിമാറ്റവും 12 രാശിക്കൂറുകാരിലും എങ്ങനെ പ്രതിഫലിക്കുമെന്നു എന്ന് പരിശോധിക്കാം. അതിന്റെ മുന്നോടിയായി ഇപ്പോൾ നമുക്ക് മേടക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം, കർക്കിടക സ്ഥിതിയിലേക്കുള്ള സഞ്ചാരം എന്തെല്ലാം ഫലങ്ങളെ ചെയ്യുമെന്ന് നോക്കാം. ആവേശം അളവിൽ വരും. ഗുരു പറയുന്നു, നേതൃത്വം ഉത്തരവാദിത്തമാണ്. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാർക്ക് വ്യാഴം ഭാഗ്യാധിപനും 12ാം ഭാവാധിപനുമാണ്. വ്യാഴമാകട്ടെ ഇപ്പോൾ 3ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ജൂൺ 2 മുതൽ വ്യാഴം 4ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുകയാണ്. 4ാം ഭാവത്തിൽ വ്യാഴം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെ നൽകുന്നു.
എന്നിരുന്നാലും മൂന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ ഗുണപ്രദമായിരിക്കും എന്ന് നമുക്ക് പറയാം. വ്യാഴത്തിന്റെ 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ഉള്ളതുകൊണ്ട് തന്നെ മേടൻ രാശിയുടെ അഷ്ടമഭാവത്തിലേക്കും 10ാം ഭാവത്തിലേക്കും 12ാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി ലഭിക്കുന്നതാണ്. രോഗശമനം പ്രതീക്ഷിക്കാവുന്നതാണ്. ആയുസ് വർദ്ധിക്കപ്പെടുന്നു. ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതുമാണ്. സ്ഥാനഭ്രംശങ്ങൾ ഉണ്ടാകുമെങ്കിലും അതൊക്കെ ഗുണപ്രദമായി വർത്തിക്കുന്നതാണ്. വാസസ്ഥലമൊക്കെ മാറാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. ഉന്നത പഠനം സാധ്യമാകുന്നത് വഴി വിദേശ യാത്രയും തരപ്പെടുന്നതാണ്. കൂടാതെ സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും സാഹചര്യങ്ങളുണ്ട്. കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ്. ചെയ്യുന്ന എല്ലാ പ്രവർത്തികളിലും വിജയം കാണാൻ സാധിക്കും. സർക്കാർ സംബന്ധമായിട്ടുള്ള മേഖലയിലും ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കും. വീട്, ഭൂമി, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഭൂമി സ്വന്തം പേരിൽ വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വ്യാഴത്തിന്റെ 12ലേക്കുള്ള ദൃഷ്ടി കാരണം ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരുന്ന ധനച്ചിലവുകൾക്ക് ഒരു ശമനം ഉണ്ടാകുന്നതാണ്. 12ാം ഭാവത്തിലേക്ക് വ്യാഴ ദൃഷ്ടി പതിയുമ്പോൾ ശനിയുടെ ദോഷം കുറയുന്നതാണ്. 7 ശനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ കാലമാണ്. അതുകൊണ്ട് തന്നെ ആ ദോഷങ്ങൾക്കും വ്യാഴദൃഷ്ടി അല്പം ശമനം വരുത്തുന്നതാണ്. അനാവശ്യ ചെലവുകൾക്ക് പൊതുവെ കുറവ് വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇടവക്കൂറുകാരുടെ വ്യാഴത്തിന്റെ കർക്കിടക രാശിയിലേക്കുള്ള ഗതിയും അതിന്റെ ഫലങ്ങളും പറയാം. ധനവും ധർമ്മവും ഒരുമിച്ച് നടക്കും. പഴയ കഷ്ടപ്പാടൊക്കെ ഇനി പാഠമാകും. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. വ്യാഴം ഇടവക്കൂറുകാർക്ക് അഷ്ടമാധിപനും 11ാം ഭാവാധിപനുമാണ്. വ്യാഴം 2ാം ഭാവത്തിൽ നിന്നും 3ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. ഇതുവരെ ഇടവൻ രാശിക്കാർക്ക് ശത്രുനാശം, ലൗകിക സുഖങ്ങൾ, ധനലാഭം ഇവയൊക്കെ ഉണ്ടാകുന്നതിനുള്ള കാലമായിരുന്നു. എന്നാൽ 2ാം ഭാവത്തിൽ നിന്ന് 3ാം ഭാവത്തിലേക്ക് വ്യാഴം മാറുമ്പോൾ അത് അത്ര ഗുണകരമല്ല. എന്നിരുന്നാലും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം ദൃഷ്ടി വീഴുന്ന സ്ഥലങ്ങളിൽ ഗുണാനുഭവങ്ങളൊക്കെ ലഭിക്കുന്നതുമാണ്. ഇടവൻ രാശിയുടെ 7ാം ഭാവത്തിലേക്കും 9ാം ഭാവത്തിലേക്കും 11ാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമാകുന്നതാണ്. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. ലൗകിക സുഖം വർദ്ധിക്കുന്നതാണ്. ആശയവിനിമയ ശേഷിയും വർദ്ധിക്കുന്നതാണ്. ബുദ്ധിപൂർവം ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാകുന്നതാണ്. പല നാളുകളായി ഇതുവരെ ലഭിക്കാതിരുന്ന ധനവും കൈവശം വന്നു ചേരുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിച്ച് ലഭിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ച് ലഭിക്കും. സന്താനങ്ങളുടെ നേട്ടങ്ങളിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. കുടുംബത്തെ സുഖവും സമാധാനവും ലഭിക്കുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷവും അഭിമാനവും ഉണ്ടാകുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധിക്കാനാകുന്നതാണ്. ആഗ്രഹിച്ച വിഷയത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാൻ സാധിക്കുന്നതാണ്. വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് തരപ്പെടുന്നതാണ്. പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. സഹോദരങ്ങളുമായി നല്ല ബന്ധം നിലനിർത്തി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനും സാധിക്കും. ഭാഗ്യം ലഭിക്കുന്നത് വഴി പേരും പ്രശസ്തിയും ഒക്കെ ലഭിക്കുന്നതുമാണ്. ഇപ്പോൾ നമുക്ക് മിഥുനക്കൂറുകാരുടെ വ്യാഴത്തിന്റെ കർക്കിടകത്തിലേക്കുള്ള സഞ്ചാരത്തിന്റെ ഫലമൊന്ന് നോക്കാം. ജന്മരാശിയിൽ നിന്ന് വ്യാഴം 2ാം ഭാവത്തിലേക്ക് മാറുകയാണ്. ഗുരുവിന്റെ വിടപറയൽ, ആലോചനകൾ പക്വതയിലേക്ക്. വേഗം കുറച്ചാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പ്. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ 2ാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 7ഉം 10ഉം ഭാവാധിപനാണ്. സ്വന്തം രാശിയിൽ നിന്ന് 2ാം ഭാവത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. 2ാം ഭാവം എന്നാൽ ധനം, വാക്ക്, കുടുംബം എന്നീ ഭാവങ്ങളെ സൂചിപ്പിക്കുന്നു. ഈ വ്യാഴമാറ്റത്താൽ ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്നത് മിഥുനം രാശിക്കാർക്കാണ്. ശത്രുശല്യമൊക്കെ കുറയുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടവും ഉണ്ടാകുന്നതാണ്. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള വളർച്ച ഉണ്ടാകും. കുടുംബത്തിലെ സുഖവും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്നതാണ്. ശത്രുശല്യം കുറയുന്നതിനും രോഗാരിഷ്ടതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസവും ഒക്കെ ലഭിക്കുന്ന കാലമാണ്. ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കുന്നതാണ്. കടബാധ്യതകളൊക്കെ ഉള്ളവർക്ക് അത് വീട്ടി തീർക്കാനായിട്ട് സാധിക്കും. കടം വാങ്ങിയ തുക തിരികെ നൽകാനാകുന്നതാണ്. കൂടാതെ കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. ഉന്നത പദവിയൊക്കെ അലങ്കരിക്കുന്നതിനും ഉയർച്ച ഉണ്ടാകുന്നതിനും യോഗമുണ്ട്. കൂടാതെ സ്ഥാനമാറ്റം, സ്ഥാനക്കയറ്റം എന്നിവയും ലഭിക്കാം. ബന്ധുക്കളുമായി യോജിച്ചു പോകാനും സാധിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഒക്കെ വിപുലപ്പെടുത്തി നേട്ടങ്ങൾ കൊയ്യാനാകുന്നതാണ്. പുതിയ പദ്ധതികൾ
ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കും. ലോണുകളോ ചിട്ടികളോ എടുക്കുന്നതിനുള്ള അനുമതി ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ നല്ല മികവ് പുലർത്താൻ സാധിക്കും. നല്ല സ്വഭാവത്തിന് ഉടമകളായി മാറും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും അനുകൂല സമയമാണ്. ദൂരയാത്രയൊക്കെ വേണ്ടി വന്നേക്കാം. പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്നതാണ്. കണ്ടകശനി കാലഘട്ടമാണെങ്കിലും 10ാം ഭാവത്തിലേക്ക് വ്യാഴദൃഷ്ടി ഉള്ളത് കൊണ്ട് തന്നെ ദോഷാനുഭവങ്ങൾ കുറയുന്നതാണ്. ഇപ്പോൾ നമുക്ക് കർക്കിടക കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം നോക്കാം. വ്യാഴം 12ാം ഭാവത്തിൽ നിന്ന് ജന്മരാശിയായിട്ടുള്ള കർക്കിടകൻ രാശിയിലേക്കാണ് എത്തുന്നത്. വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് കർക്കിടകം. ഗുരു നിന്റെ വീട്ടിൽ, ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ധാര, വിശ്വാസമാണ് നിന്റെ ആയുധം. കർക്കിടകൂറുകാരെ, നമുക്ക് ഒന്നിച്ച് ഈ വിഷയത്തെ അറിയാം. കർക്കിടക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 12ൽ നിന്ന് ജന്മരാശിയിലേക്കാണ് എത്തിയിരിക്കുന്നത്. കർക്കിടക്കൂറുകാർക്ക് വ്യാഴം 6ഉം 9ഉം ഭാവാധിപനാണ്. ഭാഗ്യാധിപത്യമുള്ള വ്യാഴമാണ് ഉച്ചത്തിൽ വരുന്നത്. ഭാഗ്യാധിപൻ കഴിഞ്ഞ ഏതാനും നാളുകളായി 12ാം ഭാവത്തിലാണ്. അത് മറഞ്ഞു നിൽക്കുകയായിരുന്നു. അതിൽ നിന്ന് മാറ്റം ഉണ്ടായിരിക്കുകയാണ്. ജൂൺ 2 മുതൽ വ്യാഴം ജന്മരാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ സ്വന്തം രാശിയിൽ തന്നെ വ്യാഴം അത്ര സുഖകരമല്ല എങ്കിലും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം ഗുണാനുഭവങ്ങൾ വർദ്ധിച്ച് ലഭിക്കുന്നതാണ്. ജന്മരാശിയിൽ വ്യാഴം നിൽക്കുമ്പോൾ 5, 7, 9 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമനം ഉണ്ടാകുന്നതിനും പലവിധ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതിനും സാഹചര്യമുണ്ട്. ലൗകിക സുഖങ്ങൾ ഉണ്ടാകുന്നതിനും വാക് സാമർഥ്യം വർദ്ധിക്കുന്നതിനും സാഹചര്യമുണ്ടാകും. ബുദ്ധിപൂർവം ചില തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ വന്നു ചേരുന്നതിനും തീരുമാനങ്ങളാകുന്നതിനും ഒക്കെ ഇടയുണ്ടാകും. യാത്രകൾ വേണ്ടി വരുന്നതാണ്. അതോടൊപ്പം തന്നെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന സമയമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. പലവിധ ഭാഗ്യാനുഭവങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താനാകുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. വിദേശ യാത്രയൊക്കെ തരപ്പെടുന്നതാണ്. കടബാധ്യതകൾ വീട്ടിൽ തീർക്കാൻ സാധിക്കുന്നതാണ്. ശത്രുശല്യം കുറയുന്നതിനും രോഗാരിഷ്ടതകൾ വലച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ശമനവും ഉണ്ടാകുന്നതാണ്. വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതിനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്നതിനും സാഹചര്യം ഉണ്ടാകും. കൂടാതെ കുടുംബത്ത് സുഖവും സമാധാനവും ലഭിക്കുന്നതാണ്. ആജ്ഞാശക്തി വർദ്ധിക്കാനും സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വ്യാഴത്തിന്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള രാശിമാറ്റത്തെ ഒന്ന് പറയാം. അധികാരം സേവനമാകണം. അഹങ്കാരം അഴിയുമ്പോൾ ഗുരു കൂടെ ഉണ്ടാകും. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 11ൽ നിന്ന് 12ലേക്ക് എത്തുകയാണ്. വ്യാഴം ചിങ്ങക്കൂറുകാർക്ക് 5ാം ഭാവാധിപനും 8ാം ഭാവാധിപനുമാണ്. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. 11ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന സമയത്ത് ധാരാളം ഗുണാനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവാധീനത്താൽ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന കാലം. എന്നാൽ വ്യാഴം ജൂൺ 2-ന് 11ാം ഭാവത്തിൽ നിന്നും 12ാം ഭാവത്തിലേക്ക് എത്തുകയാണ്. 12ാം ഭാവം എന്നത് നഷ്ടസ്ഥാനമാണ്. 12ാം ഭാവത്തിലേക്ക് വ്യാഴം എത്തുമ്പോൾ അത്ര അനുകൂലമല്ല. എന്നിരുന്നാലും വ്യാഴത്തിന്റെ 12ലെ ഉച്ചസ്ഥിതി മൂലം വ്യാഴത്തിന്റെ 12ൽ നിന്നുകൊണ്ടുള്ള 4ാം ഭാവത്തിലേക്കും 6ാം ഭാവത്തിലേക്കും 8ാം ഭാവത്തിലേക്കുമുള്ള ദൃഷ്ടി മൂലം വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതുമാണ്. കൂടാതെ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഉച്ചസ്ഥിതി ആയതുകൊണ്ട് തന്നെ വ്യാഴം ദോഷാനുഭവങ്ങൾ തരുന്നില്ല എന്ന് തന്നെ പറയണം. ദുരിതാനുഭവങ്ങൾക്ക് കുറവ് വരുന്നതാണ്. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും വീട് പുതുക്കിപ്പണിയുന്നതിനും പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധ്യമാകുന്നതാണ്. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഗുണകരമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഗുണപ്രദമായിട്ടുള്ള സമയമാണ്. വാഹനം മാറി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. അമ്മയിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ്. കുടുംബത്ത് സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണ്. ശത്രുശല്യം കുറയുന്നതാണ്. രോഗത്താൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് മോചനം ഉണ്ടാകുന്നതാണ്. രോഗശമനം പ്രതീക്ഷിക്കാവുന്നതാണ്. അതേപോലെ തന്നെ കടബാധകളിൽ നിന്ന് മോചനവും ഉണ്ടാകുന്നതാണ്. കടം വർദ്ധിക്കാതിരിക്കാനെങ്കിലും സാധിക്കുന്നതാണ്. ബന്ധുക്കളുമായി യോജിച്ച് പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ്. സന്താനങ്ങൾക്ക് പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. മനോബലം പൊതുവെ വർദ്ധിക്കുന്നതാണ്.
സേവന തൽപരരായിരിക്കും. കഠിന പ്രയത്നങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. മത്സര പരീക്ഷകളിൽ വിജയം നേടാനും സാധിക്കും. ഇപ്പോൾ നമുക്ക് കന്നിക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റവും അതിന്റെ ഫലങ്ങളും ഒന്ന് പരിശോധിക്കാം. ചെറിയ കാര്യങ്ങൾ വലിയ വഴിത്തിരിവാകും. ഗുരു പറയുന്നു, നീ ശ്രദ്ധാലുവാണ്. കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ 1/4 ഭാഗം, അത്തം ചിത്രയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 4ഉം 7ഉം ഭാവാധിപനാണ്. 10ാം ഭാവത്തിൽ നിന്ന് 11ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. 7ൽ ശനിയുണ്ട്. കണ്ടകശനി അനുഭവിച്ചു പോരുകയാണ്. ജൂൺ 2 മുതലുള്ള വ്യാഴത്തിന്റെ കർക്കിടകം രാശിയിലേക്കുള്ള സഞ്ചാരം 10ാം ഭാവത്തിൽ നിന്ന് 11ാം ഭാവത്തിലേക്കുള്ള സഞ്ചാരമാണ്. 11ാം ഭാവം എന്നാൽ ലാഭസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ തങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും വളരെയധികം നേട്ടങ്ങളോടുകൂടി തന്നെ അനുഭവിക്കാനുള്ള ഒരു യോഗമുള്ള സമയമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണ് വന്നുചേരുന്നത്. കന്നിരാശിക്കാർക്ക് വ്യാഴം 11ൽ നിൽക്കുമ്പോൾ 3ാം ഭാവത്തിലേക്കും 5ാം ഭാവത്തിലേക്കും 7ാം ഭാവത്തിലേക്കും ഒക്കെ ദൃഷ്ടി ഉണ്ടാകും. ഈ ഭാവങ്ങൾക്കൊക്കെ വ്യാഴത്തിന്റെ ദൃഷ്ടി ഗുണകരമാണ്. ഏത് ആഗ്രഹങ്ങളും നിറവേറ്റപ്പെടുന്ന ഒരു കാലമാണ്. ആശയവിനിമയം വർദ്ധിക്കുകയും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനും സാധിക്കും. കർമ്മരംഗത്ത് വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകുന്നതാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും മറ്റുള്ളവരാൽ നമ്മെ ബഹുമാനിക്കുന്നതിനും ദൈവാധീനം വേണ്ടുവോളം ലഭിക്കുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് ഉയർച്ചകൾ ഉണ്ടാകുന്നത് വഴി സന്തോഷ അനുഭവങ്ങളും പങ്കിടാൻ സാധിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുകയും യശസ് വർദ്ധിപ്പിക്കാനും സാഹചര്യം ഉണ്ടാകും. അതേപോലെ തന്നെ പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. വിവാഹാലോചനയൊക്കെ നടക്കുന്നവർക്ക് അനുകൂല വിവാഹം നടക്കാനുള്ള സാഹചര്യവുമുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുന്ന ധനം തിരികെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. മറ്റുള്ളവരോട് അനുകമ്പ തോന്നുന്നതിനും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിനും സാഹചര്യങ്ങൾ ഉണ്ടാകും. ഹംസയോഗപ്രദനായി വ്യാഴം നിൽക്കുന്ന കാലമാണ്. കന്നിരാശിക്കാർക്ക് വ്യാഴം ഇത്തരത്തിൽ വളരെയേറെ ഗുണാനുഭവങ്ങൾ ചൊരിയുന്നതാണ്. ഇപ്പോൾ നമുക്ക് തുലാക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലത്തെ ഒന്ന് നോക്കാം. ബന്ധങ്ങളിൽ സത്യത്തിന്റെ പരീക്ഷ, നീതിയുടെ പക്ഷം വിജയിക്കും. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 3ഉം 6ഉം ഭാവാധിപനാണ്. 10ാം ഭാവത്തിലേക്കാണ് വ്യാഴം എത്തുന്നത്. 9ാം ഭാവത്തിലായിരുന്നു വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അത് ജൂൺ 2-ന് 10ാം ഭാവത്തിലേക്ക് എത്തുമ്പോൾ നൽകിയിരുന്ന ഭാഗ്യാനുഭവങ്ങൾക്ക് കുറവ് വരുമോ? വ്യാഴം പൊതുവെ 10ാം ഭാവത്തിൽ അത്ര ശുഭകരമല്ല. എന്നാൽ 10ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന് 2ാം ഭാവത്തിലേക്കും 4ാം ഭാവത്തിലേക്കും 6ാം ഭാവത്തിലേക്കും ദൃഷ്ടി ഉണ്ടാകും. അതൊക്കെ ഗുണദായകമാണ്. അതേപോലെ തന്നെ വ്യാഴം കർക്കിടക രാശിയിൽ ഉച്ചസ്ഥനായിട്ടാണ് നിൽക്കുന്നത്. തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകുന്നതിനും ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും ഇടയുണ്ടാകും. തന്റെ വാക്കുകൾക്ക് മറ്റുള്ളവർ വില കൽപ്പിക്കുന്നതാണ്. കുടുംബത്തിൽ സുഖവും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നതാണ്. വസ്തു സ്വന്തം പേരിലാകുന്നതിനും ഭൂമി വാങ്ങുന്നതിനും സാഹചര്യം ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഒക്കെ ഗുണപ്രദമായിരിക്കും. വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വാഹനം വാങ്ങുന്നതിനും സാധിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ മത്സര പരീക്ഷകളിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. കഠിനാധ്വാനം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ശത്രുശല്യം കുറയുന്നതാണ്. അസൂയാലുക്കളുടെ എണ്ണവും കുറഞ്ഞു വരുന്നതാണ്. കർമ്മരംഗത്ത് സ്ഥാനഭ്രംശം ഉണ്ടായേക്കാം. എന്നാൽ നേട്ടങ്ങളോടുകൂടിയായിരിക്കും അത്തരത്തിലുള്ള സ്ഥാന മാറ്റങ്ങൾ ഉണ്ടാകുക. കർമ്മരംഗത്ത് ഉയർച്ചകളും ധനനേട്ടങ്ങളും ലഭിക്കുന്നതാണ്. അതേ കൂടാതെ ബിസിനസ് രംഗത്തൊക്കെ ഉള്ളവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ പ്ലാനുകളും പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ രോഗത്താൽ ബുദ്ധിമുട്ടിയിരുന്നവർക്ക് രോഗശമനവും ഉണ്ടാകുന്നതാണ്. കടബാധ്യതകളൊക്കെ കുറഞ്ഞു വരുന്നതാണ്. കടം വാങ്ങിയ തുകയൊക്കെ തിരികെ നൽകാൻ സാഹചര്യം ഉണ്ടാകും. ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതാണ്. കൂടാതെ വാക്കുകൾ കൊണ്ട് അനുഭവങ്ങൾ വർദ്ധിച്ച് നിൽക്കുന്ന സമയമാണ്. സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സഹപ്രവർത്തകരുമായും നല്ല ബന്ധം പുലർത്താൻ സാധിക്കും. അമ്മയുമായി നല്ല അടുപ്പവും സ്നേഹബന്ധവും ഒക്കെ വർദ്ധിക്കുന്നതാണ്. കഷ്ടപ്പാടുകൾ പൊതുവെ കുറയുന്ന സമയമാണ്. സുഖവും സന്തോഷവും ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റം ഫലം ഒന്ന് നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. അകത്തെ സംഘർഷം ശമിക്കുന്നു. മനസ്സിന്റെ ഭാരം കുറയുന്ന കാലം. വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴം 2ഉം 5ഉം ഭാവാധിപനാണ്. അഷ്ടമത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അവിടെ നിന്നും ഇനി ജൂൺ 2-ാം തീയതി വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്കാണ് മാറുന്നത്. 9ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ വ്യാഴത്തിന്റെ ദൃഷ്ടി ജന്മരാശിയിലേക്കും
മൂന്നാം ഭാവത്തിലേക്കും 5-ാം ഭാവത്തിലേക്കുമൊക്കെ എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാഗ്യാനുഭവങ്ങൾ ധാരാളമായി ലഭിക്കും. കുടുംബത്ത് സുഖവും സന്തോഷവും ഉണ്ടാകുന്നതാണ്. വീട് ലഭിക്കുന്നതിനും കുടുംബത്ത് സന്തോഷവും സമാധാനവും മംഗളകർമ്മങ്ങളും ഉണ്ടാകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ധനനേട്ടങ്ങൾക്ക് ഇടയുണ്ടാകും. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുന്ന സമയമാണ്. ഗുണാനുഭവങ്ങൾ കൂടുതലായി വന്നു ചേരുന്ന കാലഘട്ടമാണ്. ആജ്ഞാശക്തി വർദ്ധിക്കുന്നതാണ്. മനസ്സിന് ധൈര്യവും ഊർജ്ജസ്വലതയും വർദ്ധിക്കുന്നതാണ്. ഏതൊരു പ്രതിസന്ധികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാഹചര്യം ഉണ്ടാകും. ഇതുവരെ കുട്ടികൾ ഉണ്ടാകാതെ വിഷമിച്ചിരുന്ന ദമ്പതികളെ സംബന്ധിച്ച് സന്താന സൗഭാഗ്യത്തിന് ഉതകുന്ന സമയമാണ്. സന്താനങ്ങളുടെ ഉയർച്ചകൾ കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹം നടക്കുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഉന്നത പഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് സാഹചര്യമുണ്ട്. നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ആശയവിനിമയ ശേഷി വർദ്ധിക്കുന്നതാണ്. വാക്കുകൊണ്ട് ഉപജീവന മാർഗം തേടുന്നവർക്ക് കൂടുതൽ ഫലപ്രദമായിട്ടുള്ള സമയമാണ്. സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകും. അവരിൽ നിന്ന് നല്ല സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാം. ആരോഗ്യം പൊതുവെ മെച്ചപ്പെടുന്ന സമയമാണ്. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾക്ക് നല്ല കുറവ് പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും. പ്രത്യേകിച്ച് ഉന്നത പഠനം സാധ്യമാകുന്നതാണ്. വിദേശ പഠനത്തിനായി ഒരുങ്ങിയിരിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. പൂർവ്വ പുണ്യങ്ങൾ ലഭിക്കുന്നതിനും ഗുരുക്കന്മാരുടെ അനുഗ്രഹാശസ്സുകൾ ലഭിക്കുന്നതാണ്. ബുദ്ധിപൂർവം തീരുമാനങ്ങൾ എടുത്താൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ധനുക്കൂറുകാരുടെ വ്യാഴത്തിന്റെ കർക്കിടക രാശിയിലേക്കുള്ള സഞ്ചാരത്തിന്റെ ഫലം ഒന്ന് നോക്കാം. ഗുരുവിന്റെ സ്വന്തം രാശി, അത് ധനുരാശി. താൽക്കാലിക തടസ്സം, അത് സ്ഥിരമായ ജ്ഞാനമേകും. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ജന്മരാശിയാധിപനും 4-ാം ഭാവാധിപനുമാണ് വ്യാഴം. വ്യാഴം 7-ൽ നിന്ന് 8-ലേക്കാണ് എത്തുന്നത്. 8-ാം ഭാവം അത്ര നല്ല രാശിയല്ല. ധനനേട്ടങ്ങൾക്കും വാക് സാമർഥ്യത്തിനും ബുദ്ധി സാമർഥ്യത്തിനും വിവാഹാദി മംഗളകാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയത്തിലൂടെയായിരുന്നു സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ജൂൺ 2 മുതൽ വ്യാഴം 8-ാം ഭാവത്തിലേക്ക് എത്തുമ്പോൾ അഷ്ടമത്തിലെ വ്യാഴത്തിന്റെ സ്ഥിതി ഈശ്വരാധീനക്കുറവുണ്ടാക്കിയേക്കാം. അത് അത്ര ഗുണപ്രദമല്ല. എന്നാൽ കർക്കിടക രാശിയിൽ വ്യാഴം ഉച്ചസ്ഥിതനായതുകൊണ്ട് ധനുരാശിയുടെ 2-ാം ഭാവത്തിലേക്കും 4-ാം ഭാവത്തിലേക്കും 12-ാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി പതിയുന്നത് കൊണ്ട് വലിയ ദോഷങ്ങളൊന്നും സംഭവിക്കില്ല. അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകുന്നതിനും ആ ധനം പ്രയോജനപ്രദമായ രീതിയിൽ വിനിയോഗിക്കുന്നതിനും സാഹചര്യം ഉണ്ടാകും. തന്റെ വാക്കുകളെ മറ്റുള്ളവർ വില കൽപ്പിക്കുന്നതാണ്. കുടുംബത്ത് സുഖം, സന്തോഷം, സമാധാനം എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ്. അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അമ്മയിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ്. വീടില്ലാത്തവർക്ക് വീട് ലഭിക്കാനും വാഹനം മാറി വാങ്ങുന്നതിനും പിതൃസ്വത്ത് സ്വന്തം പേരിൽ ലഭിക്കുന്നതിനും ഇടയുള്ള അനുകൂല സമയമാണ്. നല്ല ജ്ഞാനം ലഭിക്കുന്നതിനും നല്ല ഉറക്കം ലഭിക്കുന്നതിനും നല്ല സുഖവും സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള കാലമാണ്. ഇപ്പോഴുണ്ടായിരുന്ന അനാവശ്യ ചെലവുകൾക്ക് ഒരു കുറവ് വരുന്നതുമാണ്. സ്ഥാനഭ്രംശവും ഉണ്ടാകാൻ ഇടയുണ്ട്. ചെയ്യുന്ന പ്രവൃത്തികളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കും. ഇതുവരെ കർമ്മരംഗത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരം കാണാൻ സാധിക്കും. രോഗശമനവും പ്രതീക്ഷിക്കാവുന്നതാണ്. ശരീരത്തിന്റെ അസ്വാസ്ഥ്യങ്ങൾക്ക് നല്ല കുറവ് വരുന്നതാണ്. പൂർവ്വപുണ്യം നിശ്ചയമായും ലഭിക്കുന്ന സമയമാണ്. വാഹനങ്ങൾക്കുണ്ടായിരുന്ന ക്രമക്കേടുകളെല്ലാം മാറ്റി അനുയോജ്യമായ രീതിയിലേക്ക് വന്നു ചേരുന്നതാണ്. വീടിന് അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാഹചര്യമുണ്ടാകും. സ്വത്ത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പരിഹാരം കണ്ട് മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ്. ധനുരാശിയുടെ അഷ്ടമരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈവാധീനം നേടിയെടുത്താൽ ഈ ഭാഗ്യാനുഭവങ്ങളൊക്കെ നിശ്ചയമായും ലഭിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് മകരക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം ഒന്ന് നോക്കാം. പ്രയത്നം അനുഗ്രഹത്തിലേക്ക്, വിലംബം ഒരു നിഷേധമല്ല. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 1/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യപകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് 12-ഉം 3-ഉം ഭാവാധിപനാണ് വ്യാഴം. വ്യാഴം 6-ാമത്തെ രാശിയിൽ നിന്നും 7-ാം രാശിയിലേക്കാണ് എത്തുന്നത്. 6-ാം ഭാവം എന്നാൽ രോഗം, ശത്രു, കടം എന്നിങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളെ, വിപരീത കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണ്. അതായത് ദുരിതങ്ങളുടെ ഭാവം എന്നർത്ഥം. അതായത് വ്യാഴത്തിന്റെ മിഥുനം രാശിയിലെ സ്ഥിതി ശത്രുശല്യം വർദ്ധിക്കുന്നതിനും കള്ളന്മാരുടെ ശല്യം അനുഭവപ്പെടുന്നതിനും എല്ലാം ഇടയാക്കുന്ന കാലഘട്ടമായിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴാണ് അത് ജൂൺ 2-ാം തീയതിയിൽ 7-ാം ഭാവം, അതായത് നിവർത്തി സ്ഥാനത്തേക്ക് മാറുന്നു. ഇത് മകരം രാശിക്കാരുടെ സുവർണ കാലമാണ് എന്ന് പറയാം. 7-ാം ഭാവത്തിൽ വ്യാഴം ഉച്ചനായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ജന്മരാശിയിലേക്കും
മൂന്നാം ഭാവത്തിലേക്കും 11ാം ഭാവത്തിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടി എത്തുന്ന സമയം. അതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം ഉണ്ടാകുന്നതാണ്. അതോടൊപ്പം തന്നെ എല്ലാവിധത്തിലുമുള്ള ഉയർച്ചയും പ്രതീക്ഷിക്കാം. കർമ്മ വിജയം ഉണ്ടാകുന്നതാണ്. നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ബിസിനസ് രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ്. ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുന്നതിനും പാർട്ട്ണർമാരുമായി യോജിച്ച് പ്രവർത്തിക്കുന്നതിനും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. വിദേശ യാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. അതായത് വിദേശത്ത് തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നർത്ഥം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിദേശയോഗം ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹങ്ങളും സഫലമാകുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന ധനം തിരികെ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും. ശരീരത്തിന്റെ ക്ഷീണം കുറവ് വരുന്നതിനും ദേഹാസ്വാസ്ഥ്യങ്ങൾക്ക് ശമനമുണ്ടായി നല്ല ആരോഗ്യം ലഭിക്കുന്നതിനുമൊക്കെ അനുകൂല സമയമാണ്. ഏത് കാര്യത്തിൽ ഇറങ്ങി പുറപ്പെട്ടാലും നല്ല ഫലങ്ങൾ ലഭിക്കും. വാക്സാമർഥ്യം, ബുദ്ധിസാമർഥ്യം എന്നിവ വർദ്ധിക്കുന്നതാണ്. വാക്കുകൾക്ക് ശോഭ വർദ്ധിക്കുന്നതുമാണ്. തന്നെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നതിനും ആദരവ് നൽകുന്നതിനും ബുദ്ധിപൂർവ്വം തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാനൊക്കെ സാധിക്കും. പേരും പ്രശസ്തിയും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ മകരരാശിക്കാർക്ക് ഈ വ്യാഴമാറ്റം ഏറ്റവും അധികം ഗുണങ്ങൾ നൽകും എന്ന് തന്നെ പറയാം. ഇപ്പോൾ നമുക്ക് കുംഭക്കൂറുകാരുടെ വ്യാഴ രാശിമാറ്റത്തിന്റെ ഫലം ഒന്ന് പരിശോധിക്കാം. ആശയങ്ങൾ ആകാശം തേടുന്ന സമയം. ഗുരു പറയുന്നു, നീ വഴികാട്ടിയാണ്. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ 1/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 2ഉം 11ഉം ഭാവാധിപനാണ്. വ്യാഴം 5ാം ഭാവത്തിൽ നിന്ന് 6ാം ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതായത് മിഥുനൻ രാശിയിലൂടെ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ധനനേട്ടം ഉണ്ടാകുന്നതിനും പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ സാധിക്കുന്നതിനും അനുകൂലമായ സമയമാണ്, അല്ലെങ്കിൽ ആയിരുന്നു. ജൂൺ 2ാം തീയതി വ്യാഴം കർക്കിടകം രാശിയിലേക്ക് എത്തുമ്പോൾ അത് കുംഭം രാശിക്കാർക്ക് 6ാം ഭാവമാണ്. 6 എന്നത് അത്ര നല്ല ഭാവമല്ല. എന്നിരുന്നാലും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയും 5ലെ വ്യാഴത്തിന്റെ സമയത്ത് പൂർവ്വ പുണ്യത്തെയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പുതിയ സൗഹൃദങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ടാകാം. എന്നാൽ വ്യാഴം ജൂൺ 2ാം തീയതി രാശി മാറി 6ാം ഭാവത്തിലേക്ക് എത്തുമ്പോൾ 6ാം ഭാവം നല്ലതല്ലാത്തതുകൊണ്ട് കുംഭക്കൂറുകാർക്ക് എങ്ങനെയുണ്ടാകും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. വ്യാഴം ഉച്ചത്തിലേക്കാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി പതിക്കുന്ന 10ാം ഭാവം, 12ാം ഭാവം, 2ാം ഭാവം എന്നിവ അതീവ ഗുണപ്രദമായി മാറുന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഗുണാനുഭവങ്ങളും ലഭിക്കുന്ന സമയമാണ്. 6ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലം ഒരുപാട് ഗുണാനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതൊന്നും അനുഭവയോഗ്യമായി ചിലപ്പോൾ അറിഞ്ഞു അല്ലെങ്കിൽ അനുഭവപ്പെട്ടു എന്ന് വരില്ല. ആദികളും വ്യാധികളും വർദ്ധിച്ച് നിന്നേക്കാം. ഉച്ചസ്ഥിതി കൊണ്ട് കർമ്മരംഗത്ത് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും സ്ഥാനഭ്രംശം ഉണ്ടാകാനോ സ്ഥലം മാറ്റങ്ങൾ ഉണ്ടാകാനോ ഒക്കെ സാധിക്കും. അതോടൊപ്പം തന്നെ പ്രമോഷൻ പോലെയുള്ള ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ്. നല്ല ധനലാഭം ഉണ്ടാകുന്നതാണ്. ശത്രുനാശവും ഉണ്ടാകുന്നതാണ്. ദാമ്പത്യ സുഖങ്ങൾ അനുഭവിക്കുന്നതിനുള്ള യോഗം ഉണ്ടാകും. ഇതുവരെ ഉണ്ടായിരുന്ന അനാവശ്യ ചിലവുകൾക്കൊക്കെ ഒരു ശമനം ഉണ്ടാകുന്നതാണ്. ഇനി സ്ഥാനഭ്രംശം ഉണ്ടായാൽ പോലും അതൊക്കെ നല്ല ഗുണാനുഭവങ്ങളായി മാറുന്ന രീതിയിലുള്ള പ്രയോജനങ്ങൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കുംഭക്കൂറുകാർ കൂടുതലൊന്നും ചിന്തിക്കേണ്ടതല്ല. നല്ല ഫലങ്ങൾ ലഭിക്കുന്ന സമയം തന്നെയാണ് വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി മൂലം കുംഭക്കൂറുകാർക്കും ലഭിക്കുക. ഇപ്പോൾ നമുക്ക് മീനക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലം നോക്കാം. ആത്മീയത ആഴപ്പെടും. ലോകവും ലക്ഷ്യവും ഒന്നായി തോന്നും. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശ്യാധിപനും 10ാം ഭാവാധിപനുമാണ്. 4ൽ നിന്ന് 5ലേക്ക് മാറുന്ന സമയമാണ്. വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. പൂർവജന്മ പുണ്യത്തെയും ഭാഗ്യത്തെയും അനുഭവത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. 4ൽ നിന്നിരുന്ന സമയത്ത് ബന്ധങ്ങൾക്ക് ചില അരിഷ്ടതകളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പൊതുവെ ഒരു ദേഹാസ്വാസ്ഥ്യവും സുഖക്കുറവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം. കർക്കിടക രാശിയിലേക്ക് ജൂൺ 2ാം തീയതി വ്യാഴം സഞ്ചരിക്കുമ്പോൾ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. വളരെയധികം ഉയർച്ചകൾ ഉണ്ടാകുന്നതാണ്. പലവിധ ലാഭാനുഭവങ്ങളും ലഭിക്കുന്നതാണ്. ഇഷ്ടസ്ഥാനത്ത് ഉച്ചനായി നിൽക്കുന്ന വ്യാഴം അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടം നൽകുന്നതാണ്. ഇതുവരെ കുട്ടികൾ ഉണ്ടാകാതിരുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യം അനുഭവത്തിൽ വരുന്നതാണ്. സന്താന സുഖവും പ്രതീക്ഷിക്കാവുന്നതാണ്. സന്താനങ്ങളുടെ ഉയർച്ചകൾ കണ്ട് സന്തോഷിക്കാനുള്ള അവസരങ്ങളും ഉണ്ടാകും. അവരുടെ വിവാഹ കാര്യങ്ങൾ തീരുമാനമാകുന്നതിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്ന മീനക്കൂറുകാർക്കും അത് സാധ്യമാകുന്നതാണ്. ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വീട് സ്വന്തമാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും.
ഭൂമി സ്വന്തം പേരിൽ വാങ്ങുന്നതിനും വീട് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂല സമയമാണ്. അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാനുള്ള സാഹചര്യങ്ങൾ ലഭിക്കും. പലവിധ ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് പലവിധത്തിലുള്ള ഉയർച്ചകളും ഉണ്ടാകും. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതൊക്കെ വിപുലപ്പെടുത്തി അവയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനും സാഹചര്യം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകുന്നതാണ്. നല്ല ശീലങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും നിയമാനുസൃതമായി കാര്യങ്ങൾ ചെയ്തു തീർക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. സർവാഭീഷ്ട കാര്യസാധ്യം ഉണ്ടാകുന്നതാണ്. നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനും നല്ല ആരോഗ്യവും ഉണ്ടാകുന്നതിനും ശരീരത്തിനും മനസ്സിനും സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതിനും സാഹചര്യങ്ങൾ ഉണ്ടാകും. ദേഹാരിഷ്ടതകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറിപ്പോകുന്നതാണ്. പേരും പ്രശസ്തിയും സുഖാനുഭവങ്ങളും ലഭിക്കുന്നതാണ്. ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും കാര്യസാധ്യം ഉണ്ടാകും. ഉന്നത പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവ സാധ്യമാകുന്നതാണ്. വിദേശ യാത്രയും തരപ്പെടുന്നതാണ്. വിദിതൻ തൂലിക ചലിപ്പിക്കും നേരത്ത് ശുഭമായി ഭവിക്കട്ടെ സർവ്വതും മർത്യരിൽ. ഗുരുവിൻ കടാക്ഷം കവചമായി നിൽക്കവേ ദുരിതങ്ങൾ മായുന്ന പുലരി ഉണ്ടാകാം. ഗ്രഹഗതികൾ മാറാം, നിഴലും വെളിച്ചവുമെല്ലാം മാറി മാറി മറിയാം. എന്നാൽ ശുഭചിന്തയും കർമ്മശുദ്ധിയും കൈമുതലാക്കിയാൽ ഏത് അതിചാരത്തെയും നമുക്ക് അതിജീവിക്കാനാകും. കർക്കിടകത്തിലെ ഈ ഗുരുപ്രഭാവം ഏവർക്കും ഐശ്വര്യവും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഗുരുവചനങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അല്പമെങ്കിലും വെളിച്ചം കൊളുത്തിയെങ്കിൽ ധർമ്മത്തിന്റെ നിശബ്ദ സമ്മതമായി നൽകൂ ഒരു ലൈക്ക്. ഈ ജ്ഞാനം മറ്റൊരു ജീവിതത്തിലേക്കും എത്തണമെന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ഋഷിപ്രോക്തത്തിലെ വാക്കുകൾ കാലത്തിന്റെ ഭാഷയിൽ നിങ്ങളിലേക്ക് എത്തുവാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഒന്ന് അമർത്തിയേക്കുക. ഓം ഗുരുവേ നമ. ഓം ശാന്തി ശാന്തി ശാന്തി. പുതിയൊരു അറിവുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.